റിപ്പോർട്ട് ഞങ്ങൾ ആരംഭിച്ചത് തന്നെ ഓണവിപണിയെ മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബിന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. തീർച്ചയായും ഓരോ ഓണക്കാലത്തും സംസ്ഥാന സർക്കാർ വില പിടിച്ചു നിർത്തുന്നതിനും കൂടുതൽ സൗകര്യപ്രദമായി ജനങ്ങൾക്ക് വില കുറഞ്ഞ നിലയിൽ സാധന സാമഗ്രികൾ ലഭിക്കുന്നതിനുമൊക്കെ വേണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ വിപണികൾ തുറന്നു നൽകാറുണ്ട്. പൊതുവിതരണ സമ്പ്രദായം വഴി സപ്ലൈകോയുടെ വിപണന കേന്ദ്രങ്ങൾ വഴിയൊക്കെ അത്തരത്തിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കാറുണ്ട് എന്നത് വസ്തുതയാണ്. ഇവിടെ ഈ സർക്കാരും ഈ ഓണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പണം മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ സപ്ലൈകോയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നീക്കിവെക്കുന്ന തുക, ആ തുക അതിന് എത്രത്തോളം പരിഹാരമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് വിവരാവകാശ വിവരപ്രകാരം ലഭിച്ചിട്ടുള്ള ചില കണക്കുകൾ ആണ് എന്നതാണ്. ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം ലഭിച്ച കണക്ക് എന്നതുകൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ഡേറ്റയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സപ്ലൈകോയുടെ കടം അല്ലെങ്കിൽ ബാധ്യത എന്നത് 4169 കോടി രൂപ ആണ് എന്നതാണ്. സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈകോയുടെ ബാധ്യതയാണ് 4169. ഈ 4169 കോടി രൂപയുടെ ബാധ്യത വരുമ്പോൾ ഇത് ബാധിക്കുന്നത് വിതരണക്കാരെയാണ്. സപ്ലൈകോയ്ക്ക് ഉൽപ്പന്നങ്ങളും മറ്റുമൊക്കെ നൽകുന്നവരെ അടക്കം ഈ പ്രതിസന്ധി ബാധിക്കുമ്പോൾ വിതരണക്കാർക്ക് നൽകാനുള്ളത് 432 കോടി രൂപ എന്നതാണ് വിവരാവകാശ വിവരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 31/3/2026 വരെയുള്ള കണക്കനുസരിച്ച് ഞാൻ സൂചിപ്പിച്ചു, ഇത് മാർച്ച് അവസാനം വരെയുള്ള കണക്കാണ്. ഇതിന് ശേഷം കാര്യമായ മാറ്റമൊന്നും ഈ കണക്കിൽ ഇല്ല എന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. വിതരണക്കാർക്ക് 432 കോടി രൂപ നേരത്തെ സൂചിപ്പിച്ചു. 432 കോടി രൂപയാണ് വിതരണക്കാർക്ക് നൽകാനുള്ളത്. അതിൻ്റെ യഥാർത്ഥ കണക്ക് 432.23 കോടി രൂപ എന്നതാണ്. ഇവിടെ ഇതാ ധനകാര്യ വിഭാഗം ഏതാണ്ട് 132 കോടി രൂപ പ്രോസസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈ വിതരണക്കാർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രോസസ് നടക്കുന്നു. അപ്പോഴും ബാധ്യത 430 കോടിയാണ് എന്നത് ഓർക്കണം. പ്രോസസ്സിംഗിൽ ഇരിക്കുന്ന ബില്ലുകളും മറ്റുമായി ബന്ധപ്പെട്ട് 300 കോടിയുടേത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതാ ഈ പട്ടിക കൂടി പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് വൻകിട കമ്പനികൾക്ക് നൽകാനുള്ള തുകയാണ്. നമ്മൾ സപ്ലൈകോയിൽ ചെല്ലുമ്പോൾ അവിടെ ലഭിക്കുന്ന പല ഉൽപ്പന്നങ്ങളെക്കുറിച്ചും സാധാരണക്കാരായ ആളുകൾക്ക് ബോധ്യമുണ്ടാകും. ആ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത കമ്പനികൾക്ക് ഇപ്പോൾ സപ്ലൈകോ നൽകാനുള്ള ഒരു തുകയുടെ കണക്കാണ്. അവിടെ പതഞ്ജലി ആയുർവേദ്, അതിന് 19 കോടി രൂപയാണ് ഈ കമ്പനിക്ക് സപ്ലൈകോ ഇനി നൽകാനുള്ളത്. മികായേൽ ഫുഡ്സ് ലിമിറ്റഡ് 14 കോടി രൂപ നൽകാനുണ്ട്. സെന്തിൽ ട്രേഡേഴ്സ് 14 കോടി രൂപ നൽകാൻ കിടക്കുന്നു. റോയൽ എഡിബിൾ കമ്പനി 11 കോടി രൂപയാണ് കമ്പനിക്ക് ഇപ്പോൾ സപ്ലൈകോ കടമായി നൽകാനുള്ളത്. മലപ്പുറം ട്രേഡേഴ്സ് 1.21 കോടി രൂപ. മരിയൻ സ്പൈസസ് 2.69 കോടി. ഓയിൽ പാം ഇന്ത്യ 1.47 കോടി. റെഡ്കോ 1 കോടി രൂപ. ഇതെല്ലാം വൻകിട വിതരണക്കാർക്ക് സപ്ലൈകോ നൽകാനുള്ള തുകയാണ്. അവർ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തതിന് ശേഷം ഉള്ള യഥാർത്ഥത്തിൽ അവർ ഇത്രയും ബാധ്യതയിൽ നിൽക്കുന്നു എന്നതാണ് ആ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി തീർന്നില്ല. സപ്ലൈകോ വലിയ പ്രതിസന്ധിയിലാകുമ്പോൾ സാധാരണ നമ്മളെല്ലാം ചെയ്യുന്നത് പോലെ കടം വാങ്ങും, ലോൺ എടുക്കും. അങ്ങനെ ലോൺ എടുക്കുന്നത് ബാങ്കുകളിൽ നിന്നാണ്. ഇനി ആ ബാങ്കുകളുമായി ബന്ധപ്പെട്ട അങ്ങേയറ്റം ഞെട്ടിക്കുന്ന കണക്കുണ്ട്. ആ കണക്ക് ഇങ്ങനെയാണ്. കേരള ബാങ്കിന് പലിശ ഇനത്തിൽ മാത്രം സപ്ലൈകോ നൽകാനുള്ളത് 175 കോടി രൂപയാണ്. പ്രേക്ഷകർ ഓർക്കുക, ഇത് മുതലല്ല, പലപ്പോഴായി വാങ്ങിയതിൻ്റെ പലിശ എന്ന നിലയിൽ കൊടുക്കാനുള്ളത് 175 കോടി രൂപ എന്ന വിവരാവകാശ വിവരപ്രകാരം ലഭിക്കുന്ന കണക്കുകളിൽ സംസ്ഥാന സർക്കാർ തന്നെയാണ് വിശദീകരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 1000 കോടി രൂപ നൽകേണ്ടതുണ്ട്. കാനറ ബാങ്കിന് 1000 കോടി രൂപ സപ്ലൈകോ നൽകാനുണ്ട്. ഫെഡറൽ ബാങ്കിന് 490 കോടി രൂപ നൽകാനുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇനി PRS ലോൺ ഇനത്തിൽ കേരള ബാങ്കിന് 2021-22 കാലഘട്ടത്തിൽ മാത്രം 379 കോടി. കേരള ബാങ്കിന് 2022-23 കാലഘട്ടത്തിൽ 200 കോടി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺസോർഷ്യം എന്ന നിലയിൽ 480. കാനറ ബാങ്കിന് 620. ഇതെല്ലാം കോടിയിലാണ് ഈ കണക്കുകൾ. ഇതെല്ലാം തന്നെ സപ്ലൈകോ എടുത്ത ലോണുകൾ ആണ് എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം. ഇവിടെയാണ് നമ്മൾ ഈ ബജറ്റിലൊക്കെ സപ്ലൈകോയ്ക്ക് വേണ്ടി 100 കോടി മാറ്റിവെച്ചു, 200 കോടി മാറ്റിവെച്ചു എന്നതൊക്കെ കേൾക്കുന്നത്. പക്ഷേ അതെല്ലാം എത്രയോ തുച്ഛമായ തുകയാണ് എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി ഇതാ
സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടെ സപ്ലൈകോയ്ക്ക് വേണ്ടി, സപ്ലൈകോ അങ്ങേയറ്റം നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കൊടുത്തിട്ടുള്ള കണക്ക് എന്നത് 1800 സംതിങ് കോടി, 1813 കോടി രൂപ എന്നതാണ് ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത്. ഇതാണ് 10 വർഷത്തെ കണക്ക് എങ്കിൽ ഓരോ വർഷത്തിലും സർക്കാർ അനുവദിച്ച തുക കൂടി ഒന്ന് നോക്കാം. 2016-17 സാമ്പത്തിക വർഷം 200 കോടി, 2017-18 200 കോടി, 18-19 125 കോടി, 19-20. നമുക്കറിയാം ഇതൊക്കെ ഒരു കോവിഡ് കാലഘട്ടം കൂടിയായിരുന്നു എന്നത് ഓർക്കുക. എന്നാൽ കോവിഡിന് ശേഷമുണ്ടായ 21-ൽ സർക്കാർ 5 പൈസ പോലും സപ്ലൈകോയ്ക്ക് വേണ്ടി നൽകിയില്ല. 21-22 കോവിഡിനെ മറികടന്ന സമയമാണ്. 75 കോടി. 22-23 കാലഘട്ടത്തിൽ ഒന്നും നൽകിയില്ല. 2023-24 357 കോടി, 2024-25 455 കോടി, 2025-26 347 കോടി. ഇതാണ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയ്ക്ക് വേണ്ടി നീക്കിവെച്ചത്. അപ്പോഴും ബാധ്യത 4000 കോടിയും നിൽക്കുന്നു. ഈ 4000 കോടി രൂപയുടെ ബാധ്യതയിൽ നിന്നുകൊണ്ട് വേണം ഈ ഓണ വിപണിയെ സപ്ലൈകോ നേരിടാൻ എന്നതാണ് അങ്ങേയറ്റം ഗൗരവതരം. ഈ വിവരാവകാശ റിപ്പോർട്ടുകൾ ലഭിച്ചത് രാജു വാഴക്കാല എന്ന പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം എന്ത് എന്നുകൂടി കേൾക്കാം. സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയായ സപ്ലൈകോയിൽ വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് സപ്ലൈകോ തന്നെ നൽകിയിരിക്കുന്ന ഈ വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിൽ വ്യക്തമായിരിക്കുന്നു. സപ്ലൈകോ സാധനങ്ങൾ വിതരണം ചെയ്തിട്ടുള്ള വിതരണക്കാർക്ക് നൽകാനുള്ളത് 432 കോടി രൂപയാണ്. അതോടൊപ്പം സപ്ലൈകോ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ളതും ലോൺ എടുത്തിട്ടുള്ളതുമായി 4169 കോടി രൂപയും. അതോടൊപ്പം 10 വർഷം ഇടതുമുന്നണി സർക്കാർ സപ്ലൈകോയ്ക്ക് വില നിലവാരം പിടിച്ചു നിർത്തുന്നതിനായി നൽകിയിരിക്കുന്നത് 1813 കോടി രൂപയാണെന്നും ഈ രേഖ പരിശോധിക്കുക വ്യക്തമാവും. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, സപ്ലൈകോ വളരെ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിരിക്കുന്നത്. പുതിയ സർക്കാർ സപ്ലൈകോയ്ക്ക് വലിയൊരു തുക കൊടുത്ത് സാമ്പത്തികമായി സഹായിച്ചില്ലെങ്കിൽ ആയിരക്കണക്കിന് ജീവനക്കാരുള്ള സപ്ലൈകോ തകരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതോടൊപ്പം തന്നെ കൃഷി വകുപ്പും മറ്റു അനുബന്ധ വകുപ്പുകളും സംസ്ഥാനത്ത് ഉൽപ്പാദന മേഖലയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി സപ്ലൈകോ വഴി വിതരണം ചെയ്തില്ലെങ്കിൽ സപ്ലൈകോ പൂട്ടിപ്പോകുന്നൊരു കാര്യം വിദൂരമല്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.